ഹലോ ഹലോ. ആരായിരുന്നു കാറില്? ഞാൻ ആർക്കാ ഹലോ പറഞ്ഞത്? ഹലോ ഹലോ. ഇവിടെ ആരുമില്ലല്ലോ. പിന്നെ എനിക്കാരാ തിരിച്ചിങ്ങോട്ട് ഹലോ പറഞ്ഞത്? ഞാനാ പറഞ്ഞത്. ഭൂതം, കാറിൽ ഭൂതം, 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 ഭൂതം. മാറ്. എന്തോരം ഓടും താങ്കൾ? ക്ഷീണിച്ചാ നിന്നോളൂ, ഞാൻ ലിഫ്റ്റ് തരാം താങ്കൾക്ക്. എനിക്ക് ഭൂതത്തിന്റെ ലിഫ്റ്റ് വേണ്ട. വയ്യ, ഇനി എന്നെ കൊണ്ട് ഓടാൻ വയ്യ. ദൂരം ഓടാൻ പറ്റില്ല ഇനി. എന്റെ ശ്വാസം നിലച്ചതാ തോന്നുന്നത്. ആരാണ് നീ? ഒന്ന് പറഞ്ഞതായോ? ഞാൻ ഭൂതമാണ്, കാറിലുള്ള ഭൂതം. വിട്ടേക്ക്, വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ഞാൻ നിന്നെ ഒരു ശല്യവും ചെയ്തില്ലല്ലോ. താങ്കൾക്ക് രക്ഷപ്പെടണോ? എന്നാ നിങ്ങളുടെ ചെയിൻ, വാച്ച്, വാലറ്റ് എല്ലാം എന്റെ കാറിന്റെ പുറകിലത്തെ സീറ്റിലേക്ക് ഇട്ടോളൂ. എന്തായി പറയുന്നത്? ഭൂതവും കൊള്ളയടിക്കാൻ തുടങ്ങിയെന്നോ? എന്തൊരു ലോകമായത്! എന്റെ പിന്നിൽ ഒരു കറുത്ത കാർ ഭൂതം പുറകിൽ വന്നോണ്ടിരിക്കുക. അതെന്റെ എല്ലാ സാധനങ്ങളും കൊള്ളയടിച്ചു. എങ്ങോട്ടാ ഓടിപ്പോന്നേ? എങ്ങോട്ടാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതെന്നെ തുരത്തിക്കൊണ്ട് വരികയാ. ലട്ടു സിംഗ്, ലട്ടു സിംഗ്. എന്ത് പറ്റി മുത്തശ്ശ? മുത്തശ്ശ, നിങ്ങളുടെ ശ്വാസപ്പെടുന്ന ശബ്ദം വല്ല ട്രെയിനിന്റെ എഞ്ചിന്റെ പോലെ ചക്ചക്ക 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 ചക്ക എന്നാണല്ലോ കേൾക്കുന്നത്. ഒരു ഗ്ലാസ് നല്ല തണുത്ത വെള്ളം കുടിച്ചാൽ ശരിയാവും. തണുത്ത വെള്ളം പേടറാം കൊണ്ടുവന്നേ. കുടിച്ചോടാ മുത്തച്ഛ. പതുക്കെ. ഭൂതം, ഭൂതം എന്റെ പുറകിലുണ്ടായിരുന്നു. അവിടെ തന്നെയുണ്ട് ഭൂതം. കാറിൽ ഭൂതമുണ്ട്. എന്റെ എല്ലാം കൊള്ളയടിച്ചു. അതൊരു കൊള്ളക്കാരൻ ഭൂതമാ. ഈ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ ഭൂതമോ? അതായത് എന്റെ പരിധിയിൽ ഭൂതം വന്നിരിക്കുന്നു. ഈ ഭൂതം പ്രേതം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് മുത്തശ്ശ. ആരെങ്കിലും ഭൂതത്തിന്റെ വേഷത്തിന് നിങ്ങളെ പേടിപ്പിക്കാൻ വന്നതായിരിക്കും. മുത്തശ്ശൻ വെറുതെ വിഷമിക്കരുത്. ഞാൻ അവനെ ബലൂനെ പറപ്പിക്കുന്ന പോലെ പറപ്പിക്കും. പേടാറാം, വേഗം വന്നേ, നമുക്ക് പോയി ഭൂതത്തിനെ പിടിക്കണം. ഹായ്, ഹലോ. ഇങ്ങാണ്. പാറേ, ഇനിയിപ്പോ അത് ശരിക്കും ഭൂതമാണെങ്കിൽ എന്താ ചെയ്യാ? പേടാറാം, ഭൂതം എന്ന് പറയുന്നൊക്കെ വെറുതെയാണ്. ഏതോ കള്ളൻ ഭൂതത്തിന്റെ വേഷിട്ടുകൊണ്ട് ജനങ്ങളെ കൊള്ളടിക്കാണ്. മനസ്സിലായ? ശരി സാർ.
മുത്തശ്ശ ഇപ്പൊ എവിടെയുള്ളത്? ഞാനിവിടെ ഈ പോലീസ് സ്റ്റേഷനിലാ. ആ ഭൂതത്തിനെയും തെരഞ്ഞു പിടിക്കാൻ വേണ്ടി ലഡ്ഡൂസിൻ പോയിരിക്കയാ. കിട്ടുമോ എന്തോ. സാറേ എന്റെ പരിധിയിൽ മോഷണമോ? ഹലോ, ഞാനൊരു കള്ളനായ ഭൂതമാണ്. നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം എന്റെ കാറിന്റെ പുറകിലത്തെ സീറ്റിലേക്ക് വെച്ചേക്ക്. റാം, കാറിനകത്ത് ആരും കാണുന്നില്ല. പക്ഷെ എന്നാലും വണ്ടി ഓടുന്നുണ്ട്. ആരോ സംസാരിക്കുന്ന പോലെ കേൾക്കുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം പേടാറാം? ഇതിന്റെ അർത്ഥം കാറിന്റെ അകത്ത് ഭൂതമുണ്ട് സാർ. നമുക്ക് രക്ഷപ്പെടാം. പേടാറാം, എടോ താനാ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് വിട്. സാറേ ഒന്ന് വണ്ടി നിർത്ത്. സാറേ എന്നെ പൊക്കി പിടിച്ചോണ്ടേ ഇറങ്ങ്. പേഴ്സ്, വാച്ച്, ചെയിൻ എല്ലാം ഇവിടെ വെച്ചിട്ട് പോ. ഇല്ലെങ്കിൽ അതെ, ആരെ സംസാരിക്കണേ? ഞാൻ ഭൂതമാണ്. എന്നിട്ട് ഞാനിപ്പോ നിങ്ങളെ പേടിപ്പിച്ചോണ്ടിരിക്കുക. ഇനി പെട്ടെന്ന് ഞാൻ പറയണ പോലെ ചെയ്യ്, അല്ലെങ്കിൽ പേടാറാം, വന്നേ, നമുക്ക് വേഗം പോവാം. വണ്ടി വിട്ടോ. മുത്തശ്ശൻ പറഞ്ഞത് വളരെ ശരിയാ. ഈ കാറിനകത്ത് ആരും തന്നെ ഇല്ലല്ലോ. ഈ കാർ എന്നെ ഇടിച്ചിട്ടിട്ട് പെട്ടെന്ന് എങ്ങോട്ടാണാവോ മറിഞ്ഞത്? okay, now reverse and go back to garage. എന്റെ പൊന്നു മക്കളെ, എന്നെ മനസ്സിലായോ? ഞാൻ ആര് 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 യെസ്, വളരെ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഒരു ജീവനുള്ള ഭൂതം തന്നെയല്ലേ? എന്റെ കാറ് കണ്ടാൽ മുഴുവൻ ലോകം വിറക്കിയല്ലേ?
ഭൂതമാണെന്ന് വിചാരിച്ച്. കൊള്ളാം ബോസേ കൊള്ളാം. അടിപൊളി കാറാ ഉണ്ടാക്കിയിരിക്കുന്നേ. നമ്മളിവിടെ റിമോട്ടാ ഉപയോഗിക്കുന്നേ. ആൾക്കാരിത് ഭൂതക്കാരാണെന്ന് പറഞ്ഞ് പേടിച്ച് വിറയ്ക്കട്ടോ. സാറ് വേറെ വണ്ടിന്നാവും സംസാരിക്കുന്നേ. പക്ഷെ ആ കാറിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുമ്പോണ്ടല്ല ഭൂതം പറയണ പോലെ ഉണ്ട്. ഇത് കാണുമ്പോ തന്നെ ആളുകളെ ബോധം കെടും. പക്ഷെ ഒരേ ഒരു കുട്ടിയെ ഒഴിച്ച് മാത്രം അവൻ എന്റെ പുറകെ ഓടുകയായിരുന്നു. ഒരു പക്ഷേ അവൻ അറിഞ്ഞു കാണത്തില്ല ഈ കാറിൽ വേറെ ഡ്രൈവർ ഇല്ല എന്നുള്ള കാര്യം. ഇനി മുഴുവൻ നഗരം എന്റെ കാറ് കണ്ട പേടിച്ച് വിറയ്ക്കും. എന്നിട്ട് ഈ പേടിയുടെ ബലത്തിൽ നമ്മൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് കളയും. എന്നിട്ട് പുതിയ നഗരത്തിൽ പോയിട്ട് ഇതേ പരിപാടി ചെയ്യും. അല്ല സാറിന് ആർക്കും പിടിക്കാൻ പറ്റൂല. പക്ഷെ ആ പയ്യനെ ശ്രദ്ധിക്കണം നമ്മൾക്ക്. അവൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്നത്. കാറിനേക്കാളും വേഗതയായിരുന്നു അവന്റെ സൈക്കിളിന്. എന്തോ ഒരു വിശേഷമായ കാര്യമുണ്ട് അവനിൽ. അതെ, ഇപ്പൊ ഭൂതങ്ങളൊക്കെ കാറിലും യാത്ര ചെയ്യാൻ തുടങ്ങി. ഞാനൊന്നും വിശ്വസിക്കുന്നില്ല അത് ഭൂതമാണെന്ന്. ചിലപ്പോ ആ കാറ് വല്ല ഏലിയനും ആയിരിക്കും. ഈ ഏലിയനൊക്കെ ഇൻവിസിബിൾ ആകാറുണ്ട്, അറിയോ? നിന്റെ തലയിൽ ഈ ഭൂതങ്ങളും ഏലിയൻസും അല്ലാതെ വേറെ ഒന്നുമില്ലേ? എന്നാ പിന്നെ നീ പറ, പിന്നെ അത് ആരായിരിക്കും? സ്വയം അങ്ങനെ കാറ് ഓടുവോ? റിമോട്ട് കൺട്രോൾ. എന്താ? ആ അതെ, റിമോട്ട് കൺട്രോളിൽ ഓടുന്ന കാറായിരിക്കും. അതായത് ഇപ്പൊ എന്റെ സൈക്കിൾ ഉള്ളത് പോലെ. അപ്പൊ പിന്നെ ആ ഭൂതത്തിന്റെ ശബ്ദമോ? അതും റിമോട്ട് കൺട്രോൾ മുഖേനയാണ് കാറിൽ നിന്നും വരുന്നത്. അതും എന്റെ സൈക്കിളിൽ നിന്നും വരുന്ന പോലെ. വേണമെങ്കിൽ ഡെമോ കാണിക്കാം. വരൂ, നിങ്ങൾ എല്ലാവരും ഗാലറിക്ക് വരൂ. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അതുപോലെ അത് കേട്ട് തന്നേക്കൂ. അയ്യോ, എന്നെ വിടരുത്, എന്നെ വിട്ടേക്കൻ. എന്റെ പുറകിൽ മാറി ഭൂതമേ, ഞാൻ രക്ഷപ്പെടട്ടെ. അയ്യോ, എന്നെ രക്ഷിക്കൂ, ഭൂതത്തിൽ നിന്ന് രക്ഷിക്കൂ. എന്റെ മുത്തശ്ശ, ഭൂതവും ഇല്ല, പ്രേതവും ഇവിടെ ഇല്ല. ആരാ പറഞ്ഞത്? ഞാൻ ഇപ്പോൾ തന്നെ കേട്ടതാണല്ലോ ആ സൈക്കിൾ സംസാരിക്കുന്നത്. അതിൽ ഭൂതമുണ്ട്. ഇല്ല മുത്തശ്ശ, അത് സംസാരിച്ചത് ഞാനായിരുന്നു. അത് എന്റെ ശബ്ദമായിരുന്നു. എന്റെ സൈക്കിൾ ഗാഡ്ജറ്റ് ഉള്ള കാര്യം മുത്തശ്ശൻ ഇത്രയും പെട്ടെന്ന് മറന്നോ? ഞാൻ മുത്തശ്ശനോട് നേരത്തെ പറഞ്ഞതാണല്ലോ. അങ്ങനെയോ? ഞാനും അത് ആലോചിച്ചോണ്ടിരുന്നേ. എത്ര എളുപ്പമാണ് ഈ ആൾക്കാരെ എല്ലാം വിഡ്ഢികളാക്കാൻ. നമ്മള് വളരെ പെട്ടെന്ന് ഒരു കോടീശ്വരനാകാൻ പോവുകയാണ്. ഇതെന്റെ നഗരമാണ്. ഇവിടെ ആർക്കും ഒന്നും മോഷ്ടിക്കാനാവില്ല. മോഷ്ടിച്ച സാധനങ്ങളെല്ലാം തിരിച്ചു തന്നേക്കൂ. ഓടിക്കോ ബോസ്, ഇത് ശരിക്കുള്ള ഭൂതം തന്നെ. ഓടിക്കോ, വേഗം അതിനോട് സോറി പറ, അല്ലെങ്കിൽ നമ്മളെ കൊന്നുകളയോ. മിണ്ടാണ്ടിരിക്കട വിഡ്ഢി, അതൊരു ഭൂതമല്ല. എങ്ങനെ എന്റെ വണ്ടി ഒരു റിമോട്ട് കൊണ്ട് ഞാൻ ഓടിക്കുന്നു? ആ സൈക്കിളും ആരോ റിമോട്ട് കൊണ്ട് ഓടിക്കുകയാണ്. എന്നിട്ട് ഈ സൈക്കിൾ അതേ കുട്ടിയുടെയാണ്. ഇന്നലെ എന്നെ ചേസ് ചെയ്ത അതേ കുട്ടിയുടെ. അവൻ ഇവിടെ എവിടെങ്കിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അവൻ എന്റെ പ്ലാൻ ഇങ്ങനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ ശരിയായിട്ടുള്ള ഭൂതമാണോ അല്ലെങ്കിൽ വെറും അഭ്യാസമാണോ? ശരി, എന്നാ ഒരു തീരുമാനം ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. എന്റെ കൂടെ കളിച്ച് വെറുതെ കാറിന്റെ ബോണറ്റ് കളഞ്ഞു ചെറുക്കൻ. ശരിയാ ബോസേ, ഇനിയിപ്പോ ബാക്കിയുള്ളത് വെറും 9 കോടി രൂപ മാത്രം. ഞാൻ ഇവരെ വെറുതെ വിടൂല.
എന്റെ നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്ന കാർ ഈ ചെറുക്കം നശിപ്പിച്ചു കളഞ്ഞു. ബോസേ ബോസേ ഇനിയിപ്പോ ഉള്ളത് വെറും 8 കോടി രൂപ മാത്രമാണ്. ഇന്ന് അച്ചച്ചോ ഇനി 7 കോടി രൂപയല്ലേ ബാക്കിയുള്ളൂ. അതെ എന്റെ ബോസേ, ഇങ്ങനെ ഇടിച്ചിടിച്ച് കോടി രൂപകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. മര്യാദക്ക് ഇവിടുന്ന് സ്ഥലം വിടുന്നതാ നല്ലത്. അല്ലെങ്കിൽ ആ സൈക്കിള് ഭൂതം ഇവിടെയൊക്കെ വന്ന് നമ്മളടുത്ത്. ഇല്ല, ഈ പട്ടണം വിട്ട് ഞാൻ ഉടനെ എങ്ങോട്ടും പോവില്ല. വരൂ, നിങ്ങളിപ്പോ എന്റെ കൂടെ വാ. നിങ്ങൾ ഒരു ഭൂതമല്ല. നീ എന്നെ പോലെ തന്നെ ഈ റിമോട്ട് കൊണ്ട് ഈ സൈക്കിൾ ഓടിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ നീ വെളിയിലിറങ്ങി വാ. എന്തിനാണ് നീ ഒളിച്ചിരിക്കുന്നത്? കണ്ടോടാ, ഇത് ഭൂതമല്ലെന്ന്. ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് എത്താം. അദ്ദേഹത്തെ പുറത്തേക്ക് വരുത്താൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്കറിയാമായിരുന്നു ഇത് നീ തന്നെ ആയിരിക്കുമെന്ന്. കുട്ടി കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഈ സൈക്കിൾ റിമോട്ട് കൊണ്ടാണ് ചലിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായതുപോലെ എനിക്കും നേരത്തെ അറിയാമായിരുന്നു ഈ കാർ റിമോട്ട് കൺട്രോൾ കൊണ്ടാണ് ചലിക്കുന്നതെന്ന്. എന്താടാ നോക്കിക്കൊണ്ട് നിക്കണേ? അടിക്കടായി കുട്ടിയെ, ഈ ശിവന്. അത് എന്നെ അടിച്ചടിച്ചൊരു ശരിക്കുള്ള ഭൂതമാക്കിയില്ലേ. ഇനി നീ എന്തോരം അടിക്കുമടേ. ദയ തോന്നി ഒന്ന് നിർത്തടേ. ഇനി ഇവനെ തല്ലേണ്ട ചുമതല എനിക്കാണ്. The name is ലഡ്ഡു സിംഗ്, ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. മോനെ ദിനേശ, ഇങ്ങ് പോരെ. ഞാൻ നിന്നെ നല്ലപോലെ പരിചരിക്കാം. ജയിലിന്റെ അകത്തേ വന്നേ പോവാം.